ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിരുന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ വളരെ സന്തോഷം. ഞാൻ ഫസ്റ്റ് എന്നാന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജാസ്മിൻ. കുറച്ചു കാലമായിട്ട് ഞാൻ ഈ വിംബിൾ അക്കാഡമിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചോദിക്കും എന്താണ് വിംബിൾ അക്കാഡമി എന്ന്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പരിചയപ്പെടുത്താം. തൃശ്ശൂർ ചന്ദ്രാപിന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അക്കാഡമിയാണ് വിംബിൾ അക്കാഡമി എന്ന് പറയുന്നത്. അവിടെ വിവിധ തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. വിംബിൾ അക്കാഡമിയുടെ ഫൗണ്ടർ മിസ്റ്റർ ഫൈസൽ സി എ, അദ്ദേഹം നമ്മുടെയൊക്കെ മാസ്റ്റർ ട്രെയിനറാണ്, സൈക്കോളജിസ്റ്റ് ആണ്, അതുപോലെ തന്നെ സൈക്കോ തെറാപ്പിസ്റ്റ്, കൗൺസിലർ, പിന്നെ ഈ പറയുന്ന പോലുള്ള ഒരുപാട് കോഴ്സുകളൊക്കെ കൊടുക്കുന്ന നമ്മുടെ ഈ ഒരു വിംബിളിന്റെ ഫൗണ്ടറും കൂടിയാണ്. സാറ് ഒരു ചെറിയ കോഴ്സിലൂടെ തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ കൊടുക്കുകയും അതോടൊപ്പം ഒരുപാട് പേർക്ക് ഒരു വരുമാന മാർഗമാക്കാൻ ഉതകുന്ന തരത്തിൽ ആ വിംബിൾ അക്കാഡമി ഒരു വലിയൊരു വടവൃക്ഷമായി വളരുകയും അതിലൂടെ ഒരുപാട് ആൾക്കാർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് തെറാപ്പികൾ അങ്ങനെ തുടങ്ങി ഒരുപാട് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ വിംബിൾ അക്കാഡമി. അപ്പോൾ അതിൽ വിവിധങ്ങളായ ഫ്രീ വെബിനാർസ് തന്നെ ഒരുപാട് നടത്തുന്നുണ്ട്. അതിൽ ഒരു വെബിനാറാണ് നമ്മുടെ ഈ ട്രെയിനേഴ്സ് ടോക്ക്. അതായത് എല്ലാ ചൊവ്വാഴ്ചകളും ശനിയാഴ്ചകളും നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്ക്. അതിൽ ആരാണ് ഇതിനകത്ത് മാറ്റുരയ്ക്കാൻ വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ട്രെയിനർ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇതിനകത്ത് അവരുടെ നിശ്ചയമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുമായിട്ട് ഇതിലേക്ക് സംസാരിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നും നമുക്ക് ഒരു സ്പെഷ്യൽ സ്റ്റുഡൻറ് വന്നിട്ടുണ്ട്, നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ 19th ബാച്ച് സ്റ്റുഡൻറ്. പുള്ളിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ കരിയർ കോച്ചാണ്, അതുപോലെ തന്നെ ഫൗണ്ടർ ഓഫ് ട്രിക്കി GK. 18 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. അതിനോടൊപ്പം ആ ഒരു പ്രായത്തിൽ തന്നെ ഒരു ട്രിക്കി GK എന്ന് പറയുന്ന ഒരു GK പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ആവുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഐടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പോൾ പേര് ഞാൻ പറഞ്ഞില്ല, വേറെ ആരുമല്ല, നമ്മുടെ ഫിദ ഇബ്രാഹിം ആണ്. ഫിദ ഇബ്രാഹിം നമുക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വളരെ ഹാർദവത്തോടു കൂടിയും വളരെ സ്നേഹത്തോടു കൂടിയും വളരെ വാത്സല്യത്തോടു കൂടിയും നമ്മുടെ ഫിദ ഇബ്രാഹിമിനെ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. ഫിദ ഇബ്രാഹിം, പ്ലീസ് കം ഓൺ. താങ്ക് യു മാം. ഓഡിയബിൾ അല്ലേ? യെസ്, ഓഡിബിൾ ആണ്. ഓക്കെ. ഹായ്, ഹലോ എവരിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. മാം പറഞ്ഞതുപോലെ എൻ്റെ പേര് ഫിദ ഇബ്രാഹിം. ആദ്യമേ തന്നെ വലിയൊരു താങ്ക് യു പറയാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വിംബിൾ അക്കാഡമി നൽകിയതിന്. അതുപോലെ വിംബിൾ അക്കാഡമിക്കും അതുപോലെ തന്നെ ഫൈസൽ സാറിന് ഒരുപാട് താങ്ക് യു. അതോടൊപ്പം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രോ നൽകിയ ജാസ്മിൻ മാമിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു 10 പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആരൊക്കെയാണ് ജോയിൻ ചെയ്തത് എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. പാരന്റ്സ് ആയിട്ടുള്ളവരൊന്ന് P എന്നും, സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസ് ഒന്ന് S എന്നൊന്ന് ടൈപ്പ് ചെയ്ത് വിടാവോ? സ്റ്റുഡൻസ് S എന്നും പാരന്റ്സ് ആയിട്ടുള്ളവർ P എന്നും. ഓക്കെ, ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തുടങ്ങാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ ഈ പാഠപുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ അധ്യാപകര് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു അറിവുകളല്ലാതെ വേറെ എന്തെങ്കിലും അറിവുകൾ നമ്മൾ നേടേണ്ടതായിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ലാതെ നമ്മൾ പഠിക്കേണ്ട അറിവുകൾ ഉണ്ടോ? എന്താണ് അഭിപ്രായം? ഉണ്ട്. ഓക്കെ, ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. ഓഡിയബിൾ ആണെന്ന് വിശ്വസിക്കട്ടെ. എപ്പോഴെങ്കിലും വോയിസ് കട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. റേഞ്ചിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്, അതാണ്. അപ്പൊ കഥ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഒരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. പണ്ട് ഒരു പണ്ഡിതനായ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരേ ഒരു മകനെ ഉള്ളായിരുന്നു. അപ്പൊ ഈ മകനെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്, ഒരു വിദ്യാലയത്തിൽ കൊണ്ടുപോയി ചേർത്തു. അപ്പൊ ഈ മകൻ അവിടുന്ന് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അധ്യാപകൻ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം
അതും വളരെ കൃത്യമായിക്കൊണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പഠിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇവന്റെ മൈൻഡിൽ ഇങ്ങനെ വരികയാണ്, ഞാനിപ്പോ എല്ലാ കാര്യങ്ങളും പഠിച്ചല്ലോ, അപ്പോ എനിക്ക് ഇനി ഒന്നും പഠിക്കാനില്ലല്ലോ. അധ്യാപകൻ എടുത്തു തന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്, ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാതും എനിക്കറിയാം, അപ്പൊ ഇനി എനിക്കൊന്നും പഠിക്കാനില്ല. അങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെ വരികയാണ്, എനിക്കിനി ഒന്നും പഠിക്കാനില്ല. അങ്ങനെ അവൻ തീരുമാനിക്കുകയാണ് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാം എന്നുള്ളത്. ഒരു ഹോസ്റ്റൽ പോലെ ആ ഒരു വിദ്യാലയത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ തോന്നുകയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട്, ഇനി എനിക്ക് യാതൊന്നും പഠിക്കാനില്ല, സോ ഇനി വീട്ടിലോട്ട് തന്നെ പോകാം എന്ന് വിചാരിച്ച് അവൻ തിരികെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ ഇത് അച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. മകന് പെട്ടെന്ന് തിരിച്ചു വരുന്നു, അച്ഛൻ അറിയില്ല എന്തു പറ്റി എന്നുള്ളത് അറിയില്ല. അങ്ങനെ മകൻ വന്ന് മകനെ ഒപ്പം ഇരുത്തിയിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്തിനാ ഇത്ര പെട്ടെന്ന് വന്നത് എന്ന് ചോദിച്ചു. അതില് മകൻ പറഞ്ഞു, ഞാൻ എല്ലാ കാര്യവും പഠിച്ചു തീർത്തച്ഛാ, എനിക്കിനി ഒന്നും പഠിക്കാനില്ല, ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ എനിക്കറിയാം, അധ്യാപകൻ അതെല്ലാം കൃത്യമായിട്ട് എടുത്തു തന്നിട്ടുണ്ട്, അതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇനി ഒന്നും യാതൊന്നും തന്നെ ഇനി പഠിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ നീ പഠിച്ചുവോ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ നീ പഠിച്ചുവോ എന്ന്. അപ്പോ ഈ കുട്ടിയുടെ മൈൻഡിൽ ഇങ്ങനെ വരികയാണ്, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ പഠിക്കാനോ, അതെങ്ങനെ മനസ്സിലാവുന്നില്ല, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ പഠിച്ചെടുക്കുക? അങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ഓരോ ഡൗട്ട് വരികയാണ്. അതിൽ അച്ഛൻ മോനോട് പറയുന്നുണ്ട്, മോനെ നീ തിരിച്ചു പോയിട്ട് നിന്റെ അധ്യാപകന്റെ അടുത്ത് പറയണം, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞു. അതിൽ ഈ മകൻ അത് അനുസരിച്ചുകൊണ്ട് തിരിച്ച് സ്കൂളിലോട്ട് തന്നെ പോവുകയാണ്. വിദ്യാലയത്തിലോട്ട് പോയിട്ട് ടീച്ചറെ അടുത്ത് പറഞ്ഞു, എനിക്ക് പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതില് ആ അധ്യാപകൻ തന്റെ അടുത്തിരുത്തിയിട്ട് മോനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്ക് അധ്യാപകരിൽ നിന്നും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പാഠപുസ്തകത്തിൽ നിന്ന് നിനക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന അറിവുകൾ എന്ന് പറയുന്നത് 1/4 മാത്രമാണെന്ന് പറഞ്ഞു. എത്രയാണ്? 1/4 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ നേരത്തെ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അല്ലെ തുടങ്ങിയത്. അതായത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നല്ലാതെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ഫ്യൂച്ചറിലോട്ട് ഭയങ്കര യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളായിരിക്കും. സോ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് സംസാരത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. സംസാരത്തിലൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പൊ വീട്ടില് പാരന്റ്സ് തമ്മിൽ സംസാരിക്കും അല്ലെ, പാരന്റ്സ് സ്റ്റുഡൻസിനോട് സംസാരിക്കും, സ്റ്റുഡൻസ് പാരന്റ്സിനോട് സംസാരിക്കാറുണ്ട്. എപ്പോ? കുറെ കാലങ്ങൾക്ക് മുൻപ് നന്നായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും ഞാൻ പറയുന്നില്ല, ബട്ട് എങ്കിൽ പോലും അധിക വീടുകളിലും സംസാരിക്കുന്നത് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ലൂപ്പിൽ ഇങ്ങനെ പെട്ട് കിടക്കുന്നത് കൊണ്ടാണത്, സംസാരിക്കുന്നത് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അറിവുകൾ മക്കൾക്ക് കിട്ടുന്നില്ല. കൂട്ടുകാരുമായിട്ടുള്ള സംസാരം ആയിക്കൊള്ളട്ടെ, നൈബേഴ്സുമായിട്ടുള്ള സംസാരം ആയിക്കൊള്ളട്ടെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണ് നമ്മളെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ പാരന്റ്സുമായിട്ട് കുട്ടികൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കണം. ആ ഒരു കണക്ഷൻ പോകാതെ അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് അറിവുകൾ നമുക്ക് നേടാനായിട്ട് പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിൽ ഈ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ടായിരിക്കാം ചൂസ് ചെയ്യേണ്ടത്. അതൊക്കെ ഈ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പൊ വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് ഞാൻ പറയുന്നത് നമ്മൾ സംസാരത്തിലൂടെ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മള് ഒരു നല്ലൊരു കരിയർ ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ്. കരിയർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പതിയെ വരുന്നുണ്ട്, അതിലോട്ട് വരാം. അപ്പൊ നമ്മളിങ്ങനെ നമുക്കൊരു ഇന്റൻഷൻ ഉണ്ട്, ഇന്ന ഗോളിൽ എത്തിച്ചേരണം, നമുക്കൊരു കരിയർ ഉണ്ട്. അപ്പൊ ആ ഒരു കരിയറിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പോകുന്ന സമയത്ത് ചില കൺഫ്യൂഷൻസ് വരാം, അല്ലെങ്കിൽ ചില മിസ്റ്റേക്കുകൾ വരാം. അപ്പോൾ ആ മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ പഠിക്കുമല്ലോ കാര്യങ്ങൾ. അത് ഏറ്റവും വലിയ കാര്യമാണ്. മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും. അത് പിന്നെ നമ്മുടെ ലൈഫിൽ എവിടെ അത്തരത്തിലൊരു മിസ്റ്റേക്കിനുള്ള ഒരു സംഭവം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശരിയാക്കിയിട്ട് മുന്നോട്ട് പോകും. അത് ശരിയാണ്. പക്ഷെ
ഈ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കരിയർ കരിയറിലോട്ട് വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കരിയറിൽ നമ്മളല്ലാതെ നമുക്ക് മുൻപ് ആ ഒരു കരിയറിൽ സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് അറിവുകൾ ലഭിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എക്സാം എഴുതിയിട്ടാണ് നമുക്കൊരു കരിയറിലോട്ട് എത്തിച്ചേരേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലുണ്ട് ഒരു രീതിയിൽ. ഇപ്പൊ എന്റെ മൈൻഡിൽ ഒരു രീതിയുണ്ട്, ഇത്തരത്തിൽ പ്രിപ്പയർ ചെയ്താൽ മതി എക്സാം കിട്ടും എന്നുള്ളത്. എന്നിട്ട് ഞാൻ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്തു, പക്ഷെ എന്തൊക്കെയോ മൂലം എനിക്കത് കിട്ടിയില്ല. അതിനു പകരം ഞാൻ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരാളെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പൊ അയാൾക്ക് വന്നു പോയിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ അയാൾ പറഞ്ഞു തന്നിട്ട്, ഇത്തരത്തിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചപ്പോ ഞാൻ അതിന് ഇങ്ങനെയൊക്കെയാണ് സൊല്യൂഷൻ കണ്ടെത്തിയത് എന്നും കൂടെ അയാൾ പറയുമ്പോൾ നമുക്കത് ടൈം ലാഭം കിട്ടുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുമ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്, നമുക്ക് നല്ല തിരിച്ചറിവ് ഉണ്ടാകും. ബട്ട് എങ്കിൽ പോലും അവിടെ നമുക്കൊരു ചെറിയ സമയനഷ്ടം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വർഷം ഒരു എന്തെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം വേസ്റ്റ് അല്ലേ? വേസ്റ്റ് മീൻസ് അങ്ങനെയല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. എങ്കിലും ആ ഒരു മേഖലയിൽ സക്സസ് ആയ ഒരാളെടുത്ത് പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ പറ്റും. നമുക്ക് ടൈം നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ സംസാരം ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. ഫുൾ ഫോൺ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ സംസാരിക്കുന്നില്ല. അപ്പൊ ആ ഒരു സംസാരത്തിലൂടെ കിട്ടേണ്ട അറിവുകൾ കുറഞ്ഞു വരികയാണ്. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള ഒരു അവസരം സ്റ്റുഡൻസ് ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ അതിനുള്ള അവസരം ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിന് പുറമെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു, സംസാരത്തിലൂടെ നമുക്ക് പഠിക്കാം. രണ്ടാമതായിക്കൊണ്ട് ഞാൻ പറയുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ പ്രകൃതിയിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്നൊക്കെ എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നുള്ള ഒരു മൈൻഡിലോട്ട് ചിലപ്പോൾ വന്നേക്കാം. പ്രകൃതിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു മാവ്, ഓക്കെ, ഒരു മാവ്, ഈ മാവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ സക്സസ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് എന്താ? മാവിനെ സംബന്ധിച്ചിടത്തോളം മാങ്ങകൾ ഏറ്റവും കൂടുതൽ ആ ഒരു മാവിൽ ഉണ്ടാകുക എന്നുള്ളതാണ് മാവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് മാങ്ങകള് മാവിൽ ഉണ്ടാകുന്ന സമയത്ത് ആ മാവിന്റെ കൊമ്പ് ഒന്നിങ്ങനെ താഴും, അല്ലെ? മാങ്ങക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് താകുന്നത്. എങ്കിൽ പോലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര വിജയത്തിലെത്തിയാലും, നമ്മൾ എത്ര സക്സസിൽ എത്തിയാലും നമ്മൾ വിനയമുള്ളവരായിട്ട് മാറണം. നമ്മുടെ സക്സസിന് പിന്നിൽ നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഹാർഡ് വർക്കിന് പുറമെ പാരന്റ്സിന്റെ പ്രയത്നം ഉണ്ടായിരിക്കാം, ടീച്ചേഴ്സിന്റെ പ്രയത്നം ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സിന്റെ പ്രയത്നം ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളൊരു വിജയത്തിൽ എത്തി എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ജാട എന്നൊക്കെ പറയാലോ ഈ പ്രാവശ്യം, ഈ ഒരു കാലഘട്ടം ജാട എന്നൊക്കെ പറയല്ലോ. അപ്പൊ അങ്ങനെ ആകാതെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്തും അതിൽ നമ്മൾ വിനയമുള്ളവരായിട്ട് തീരുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മാവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് മാങ്ങകൾ ഉണ്ടാകുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് മാങ്ങകൾ ഉണ്ടാവുമ്പോൾ അതിന്റെ കൊമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് താഴ്ന്നു കൊടുക്കുന്നുണ്ട്. അവിടെ വിനയത്തോട് കൂടിയിട്ട് താഴ്ന്നു തരുന്നുണ്ട്. വെയിറ്റ് കൊണ്ടാണെന്ന് അറിയാം, എങ്കിൽ പോലും നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എട്ടുകാലി കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? എട്ടുകാലി കൂടുണ്ടാക്കുമ്പോൾ അത് ഭയങ്കര ലോലമായ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൂടാണ് എട്ടുകാലിന്റെ ആ ഒരു നെറ്റ് എന്ന് പറയുന്നത്, ആ ഒരു വല എന്ന് പറയുന്നത്. ഇത് ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കൊണ്ട് അതിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അത് നശിച്ചു പോകും,
അല്ലെങ്കിൽ ഒരു ഇല വന്ന് ആ നെറ്റിൽ വീണ് കഴിഞ്ഞാല് അത് പെട്ടെന്ന് ഇല്ലാതായി പോകും എന്ന് വിചാരിച്ചിട്ട് ഈ എട്ടുകാലി പിന്നീട് കൂടുണ്ടാക്കാതിരിക്കുന്നില്ല. ഞാൻ എത്ര ഉണ്ടാക്കിയാലും അത് നശിച്ചു പോവുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും അതിന്റെ ആ ഒരു നെറ്റിന്റെ ആ ഒരു ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും. പക്ഷെ അത്രയും എഫേർട്ട് എടുത്ത് അത് ചെയ്തിട്ട് അത് പെട്ടെന്ന് നശിച്ചു പോകുന്നു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഉണ്ടാക്കാതിരിക്കുന്നില്ല എട്ടുകാലി. വീണ്ടും എഫേർട്ട് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആർക്കുണ്ട്? എട്ടുകാലിക്കുണ്ട്. അതേപോലെ നമ്മുടെ ലൈഫില് നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു കരിയറിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് പല വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. പരാജയങ്ങൾ വന്നേക്കാം. അപ്പൊ അങ്ങനെ ഒരു പരാജയം വരുന്ന സമയത്ത് ഞാൻ പരാജയപ്പെട്ടു പോയി, ഇനി ഞാനൊന്നും ചെയ്തിട്ടും കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കരുത്. വീണ്ടും എഫേർട്ട് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വേറെ എന്തെങ്കിലും എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രകൃതിയിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും എക്സാമ്പിൾ? പതിനേഴ് ആളുകളുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ. അപ്പൊ പ്രകൃതിയിൽ നിന്ന് പഠിച്ചെടുക്കുക ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇപ്പൊ നമ്മള് രാവിലെ നേരത്തെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ നേരെ സ്കൂളിലോട്ട് പോകുന്നു. അത് ബസ്സിലാണെങ്കിൽ പോലും അപ്പോഴും നമ്മൾ ഫോണാ നോക്കുന്നത്, അല്ലെ? പ്രകൃതിയിലോട്ടൊന്ന് പോകുന്നില്ല, പ്രകൃതിയിലോട്ട് നമ്മൾ ഇറങ്ങുന്നില്ല. അപ്പൊ പ്രകൃതിയിലോട്ട് ഇറങ്ങിയിട്ട് പ്രകൃതിയിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതായിട്ട് ഫിദ, ബീവേഴ്സ് അവരുടെ ഡാം ഉണ്ടാക്കുന്നത് വളരെ എഫേർട്ട് എടുത്തിട്ടല്ലേ? ബീവേഴ്സ് അതെ അതെ, മരങ്ങള് കട്ട് ചെയ്ത് കൊണ്ടുവന്ന്, അതൊരു എക്സാമ്പിൾ അല്ലേ? അതെ അതെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിക്കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ നിരീക്ഷണമാണ് നിലനിർത്തുക. യെസ്, നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാവണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇനി മൂന്നാമതായിക്കൊണ്ട് നമ്മളോട് തന്നെ ചോദിച്ച് സ്വയം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് വായിക്കണം, അല്ലെ? നമുക്ക് സംശയങ്ങൾ വരണമെങ്കിൽ നമ്മൾ ഒരുപാട് വായിക്കണം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, അതിലൊരുപാട് ഡൗട്ടുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിന് പുറമെ ഒരുപാട് ബുക്കുകൾ, വായനാശീലം എടുക്കുക എന്നുള്ളതാണ്. സ്വയം ചോദിച്ചുകൊണ്ട് പഠിക്കുന്ന സമയത്ത് അത് നമ്മുടെ അർച്ചന മാം പറയുന്നതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ആൻഡ്. യെസ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഒരുപാട് നല്ല നിരീക്ഷിക്കുന്ന ആളുകൾ ഇതിലുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മൾ സ്വയം ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സ്റ്റുഡൻസിന്റെ കേസിലാണെങ്കിൽ ചിലപ്പോ നമുക്ക് ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയായിരിക്കും. അതായത് ഞാനിപ്പോ ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാല് അത് പൊട്ടത്തരായി പോകുമോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെന്നെ കളിയാക്കുമോ, അങ്ങനെ ഡൗട്ട് ചോദിക്കാനുള്ള ഒരു മടി പല സ്റ്റുഡൻസിന്റെ ഇടയിലും കാണാറുണ്ട്. അപ്പൊ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഡൗട്ട് ചോദിച്ച് പഠിക്കുമ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഒരുപാട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഡൗട്ട് ചോദിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് സ്വയം ചോദിച്ച് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു പാഠപുസ്തകത്തിൽ നിന്നല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് അത് നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ അത് നമ്മുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ, അതിപ്പോ 10th ആയിക്കൊള്ളട്ടെ, +2 ആയിക്കൊള്ളട്ടെ, ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇനി മുന്നോട്ട് എന്ത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഇനി മുന്നോട്ട് ഞാൻ ഏത് മേഖല ചൂസ് ചെയ്ത് പോകണം എന്നുള്ളത് പലർക്കുമുള്ള ഒരു ഡൗട്ടാണ്. സ്റ്റുഡൻസിനായിക്കൊള്ളട്ടെ, പാരന്റ്സിനായിക്കൊള്ളട്ടെ. പാരന്റ്സിന് എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ മകൻ ഏത് കോഴ്സിന് പോകും ടെൻഷനാണ്. 10th എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10th +2 എത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് അത് ചിന്തിക്കാൻ തുടങ്ങുന്നത്, ഇനി മുന്നോട്ട് ഏത് കോഴ്സ് എടുത്ത് പോകണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു ചിന്ത വരേണ്ടത് ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ എത്തുന്ന സമയത്ത് ഓരോ കരിയറിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ചിലപ്പോൾ നമുക്ക് 1ാം ക്ലാസ്സിൽ മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും
ടീച്ചർ ആവണം, അല്ലെങ്കിൽ ഡിസൈനർ ആവണം, അല്ലെങ്കിൽ പല സിനിമകൾ കാണുമ്പോൾ പൈലറ്റ് ആവണം, ഇങ്ങനെ പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. അത് നല്ലത് തന്നെയാണ്. ബട്ട് എങ്കിൽ പോലും നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ നമുക്ക് കുറച്ച് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് മാത്രമേ അറിയുള്ളൂ. ഒരു ഏത് കാര്യവും ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി കിട്ടുന്ന അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പൊ നമ്മള് ഓരോ കാര്യവും ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പൊ ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിക്കുമ്പോ എത്ര കരിയർ ഓപ്ഷൻസ് അറിയുമെന്ന് ചോദിക്കുമ്പോ കുറച്ചുണ്ടാകും. അതുപോലെ തന്നെ +2 എത്തിയ ഒരു കുട്ടിയോട് എത്ര കരിയർ ഓപ്ഷൻസ് അറിയും ചോദിക്കുമ്പോൾ 2 പേരുടെ ആൻസറിലും നല്ല ഡിഫറൻറ് ഉണ്ടായിരിക്കും. ഒരു 3ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ മൈൻഡിലുള്ള ആ ഒരു എത്ര എണ്ണമാണ്, ഇപ്പൊ ഒരു 10 എണ്ണം ആ കുട്ടിക്ക് അറിയുന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് 15 ആയിരിക്കാം. +2നെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് അറിയുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇത്തരത്തില് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് ഒരുപാട് അറിയുന്നത് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ തുടങ്ങണം എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ അധിക പേരും ആദ്യം ഒരു ടീച്ചർ ആവണം എന്ന് ആഗ്രഹിച്ച് പിന്നീട് അത് മാറാറുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ആദ്യം ഒരു ഡിസൈനർ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് പിന്നീട് അത് മാറാറുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ് ആ ലെവലിലൊക്കെ എത്തുമ്പോഴേ പല കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്യണം. അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പാഷൻ എന്ന് പറയുന്നത്. എന്താണ് പാഷൻ എന്ന് പറയുന്നത്? ഇത് ഭയങ്കര ക്ലീശ അല്ല, നമ്മൾ ആദ്യം മുതൽ കേൾക്കുന്നതല്ലേ പാഷൻ നോക്കിയിട്ട് ഒരു കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ജോബിൽ പ്രവേശിച്ചതിന് ശേഷമാണ് പലരും മനസ്സിലാക്കുന്നത് ഇത് എനിക്ക് പറ്റുന്നതാണോ പറ്റുന്നത് അല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇതെനിക്ക് പറ്റുന്നതാണോ പറ്റുന്നതല്ലയോ എന്നുള്ളത്. കാരണം ഇപ്പോ ടീച്ചിങ് ഫീൽഡ് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്, ആ സെയിം സബ്ജക്ട് ഇത് എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സിൽ പോയിട്ട് എടുക്കണം. ഒരു ദിവസം മാത്രമല്ല, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുക്കണം, അല്ലെ? അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മടുപ്പ് വരാൻ വേണ്ടിയിട്ട് പാടില്ല. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ മടുപ്പ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന തോട്ടൊക്കെ ആ ഒരു ജോബിൽ പ്രവേശിച്ചതിന് ശേഷമാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാഷൻ ആയിരുന്നില്ല. അപ്പൊ ഇവിടെയാണ് പാഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് കാര്യവും നമുക്ക് ഒരുപാട് ചെയ്ത് കഴിയുമ്പോൾ ഒരു മടുപ്പ് ഉണ്ടാകും. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ ചോക്ലേറ്റ് നമുക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഒരു ദിവസം തന്നെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് മടുക്കും. പക്ഷെ ഈ പാഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണ് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ എഫേർട്ട് എടുക്കാൻ തയ്യാറായിരിക്കും. അതായത് നമ്മളിനൊരു ഗ്രോത്ത് കാണാൻ വേണ്ടിയിട്ട് തയ്യാറാകും, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകും. ഒരു ദിവസം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത ദിവസം അതിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതിൽ എന്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ബാക്കിയുള്ളവർ പറഞ്ഞു തരാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാകും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പാഷനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എത്ര ചെയ്താലും നമുക്കൊരു നമ്മൾ അതിൽ വീണ്ടും എഫേർട്ട് ഇടുക, അതിൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ പാഷൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത്. രണ്ടാമതായിക്കൊണ്ടുള്ളത് സ്കില്ലാണ്. സ്കിൽ എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ മനസ്സിലാക്കണം കേട്ടോ. ഇപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പാഷനെ കണക്ട് ചെയ്തിട്ടൊരു കാര്യം പറയാം. ഒരു കുട്ടിക്ക് പാഷൻ എന്ന് പറയുന്നത് ഫുട്ബോൾ കളിക്കാനായിക്കോട്ടെ, ഫുട്ബോൾ കളിക്കാന് ഭയങ്കര പാഷനാണ്, ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഫുട്ബോൾ കളിക്കുന്നവരുടെ നെയിമുകൾ അറിയാം, ഫുട്ബോൾ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അതിൽ സ്കില്ലില്ല, അതായത് ഭയങ്കരമായിട്ടുള്ള സ്കില്ലില്ല. അപ്പോ ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല പാഷൻ ഉണ്ട്, ഫുട്ബോളർ ആകണം അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കണം എന്നുള്ള നല്ല പാഷൻ ഉണ്ട്, ബട്ട് സ്കില്ലില്ല. ആ ഒരു അവസ്ഥയിൽ, ആ ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഫുട്ബോൾ എന്ന് പറയുന്ന കരിയർ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ലയോ? നല്ല പാഷൻ ഉണ്ട്, ബട്ട് സ്കിൽ അധികം ഇല്ല. അപ്പോ
അത് ആ ഒരു കരിയർ ചൂസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ ചോദ്യമാണ്. യെസ് ഓർ നോ? യെസ്, പറ്റും എന്നാണ് ഹാർഡ് വർക്കിലൂടെ. ഓക്കെ, യെസ് എക്സാമ്പിൾ പറ്റുമെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ. പറയുന്നുണ്ട്. ഓക്കെ, കറക്റ്റ്, വെരി ഗുഡ്. അതായത് നമുക്ക് ഈ സ്കിൽ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ? സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും പാഷൻ ആയിട്ടുള്ള ഒന്നാണെങ്കിൽ, അത്രയും പാഷൻ ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിന് എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും. ആ സ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ നമ്മുടെ ഉറക്കമൊക്കെ ഒന്ന് കുറച്ചിട്ട് രാവിലെ എണീറ്റ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, ഏതൊക്കെ രീതിയിൽ സ്കില്ലുകൾ വർദ്ധിപ്പിക്കണം, അങ്ങനെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ ആ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കരിയറിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഈ സ്കില്ല് അത്രയും ഇമ്പോർട്ടൻസ് ആണെന്ന് പറയാൻ കാരണം, ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ നടന്ന ഒരു സംഭവം പറയാം. എനിക്ക് കുറെ മുന്നുള്ള കാര്യമാണ്. ചെറിയൊരു അലർജി ഉണ്ടായിരുന്നു. അതായത് ലിപ്പിന് മുകളിൽ ചെറിയൊരു അലർജി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഡോക്ടറെ അടുത്ത് പോയി. നമുക്ക് ഡോക്ടർ എ, ഡോക്ടർ ബി എന്ന് കൊടുക്കാം. നമ്മൾ എപ്പോഴും എക്സ് ആൻഡ് വൈ ആണല്ലോ കൊടുക്കാറുള്ളത്. അതിന് പകരം ഡോക്ടർ എ. അപ്പൊ ഈ ഡോക്ടർ എന്റെ അടുത്ത് ഞാൻ പോയി. അതില് എന്താന്നൊക്കെ ചോദിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലിങ്ങനെ കുറച്ച് ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിങ്ങാണ്ട് എനിക്കൊരു മരുന്ന് എഴുതി തന്നു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞാ വന്നോളൂ ട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. ആ ഒരു മരുന്ന് ഞാൻ പുരട്ടി നോക്കി. വലിയ മാറ്റമൊന്നും കണ്ടില്ല. എന്നിട്ട് പിന്നെ ചർച്ചയാണ്, ഫ്രണ്ട്സിന്റെ ചർച്ച ചെയ്തു. എടി വലിയ മാറ്റമൊന്നുമില്ല, അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഡോക്ടറിന്റെ അടുത്ത് പോയി നോക്കണം. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ പറയണ്ട്, ഇന്ന ഡോക്ടർ ഉണ്ട്, നമുക്ക് ഡോക്ടർ ബി എന്ന് കൊടുക്കാം. ഡോക്ടർ ബി ഉണ്ട്, നല്ല നല്ല ഡോക്ടറാണ്, എന്റെ അനിയത്തിക്കും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പൊ അങ്ങോട്ടാണ് പോയത്. അപ്പൊ അങ്ങനെ ഞാൻ തീരുമാനിച്ചു. പാരന്റ്സും പറഞ്ഞു നല്ല ഡോക്ടറാണ്, നല്ല അറിയപ്പെടുന്ന ഡോക്ടറാണ്, സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. ചെറിയൊരു മുറിയേ ഉള്ളായിരുന്നു. അപ്പോ അവിടെ പോയ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും കളറുള്ള എന്തെങ്കിലും കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഈ സിപ്പപ്പോ ലേസ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട്, കാരണം എനിക്ക് ബസ് ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലോട്ട് ഒരു അരമണിക്കൂർ നടക്കാനുണ്ട്. അപ്പോ എന്താ, ഞാൻ ഒരു 3 പേരുണ്ട്. അപ്പൊ ഞങ്ങള് ഒരു ലേസ് ഒരു ദിവസം വാങ്ങിയിട്ട് കഴിക്കും. ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്താ, ഓരോ ലേസ് ഓരോ ഫ്ലേവറിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഏറ്റവും നല്ല ഫ്ലേവർ ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയിൽ ഒന്ന് അങ്ങനെ വാങ്ങാറുണ്ട്. അല്ലെങ്കിൽ സിപ്പപ്പ് ആയിരിക്കും, അരമണിക്കൂർ നടക്കണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ കളർ എന്റെ സ്കിന്നിന് പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ, അത് ഒഴിവാക്കിയാൽ മതി. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരു ടൂത്ത് പേസ്റ്റ് കളറാണോ യൂസ് ചെയ്യാറുള്ളത്, അതുമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഒപ്പം എനിക്കൊരു മരുന്ന് എഴുതി തരും ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തു. ഈ മരുന്ന് പുരട്ടി നോക്കി. കുറച്ച് മാറ്റം കണ്ടു, വലിയ മാറ്റമൊന്നും കണ്ടില്ല. ഡോക്ടർ എൻ്റെ അടുത്ത് പോയ പോലെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് എന്നോട് 2 ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് എന്താ, ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരണം എന്നുള്ളത്. അപ്പൊ എനിക്ക് വീണ്ടും പോകാൻ തോന്നിയത് ഈ ഡോക്ടർ ബീന്റെ അടുത്താണ്. അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ ആ ഡോക്ടർക്കുള്ള സ്കില്ലാണ്. കാരണം ഒരുപാട് പേര് അവിടെ പോകുന്നുണ്ട്. അപ്പൊ എന്റെ മൈൻഡിൽ ഓൾറെഡി വന്നു നല്ല ഡോക്ടർ ആണ് എന്നുള്ളത്. കാരണം എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, അങ്ങനെ നല്ല ഡോക്ടർ ആണെന്നുള്ളത് വന്നു. ആൻഡ് എന്നെ ട്രീറ്റ് ചെയ്തൊരു രീതി എന്ന് പറയുന്നത്, കാരണം ആ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ റിയൽ ലൈഫിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നിയത്, ചിലപ്പോ അത് 2 പേരുടെയും സ്കില്ലിന്റെ ഡിഫറൻസ് ആയിരിക്കാം, എനിക്ക് തോന്നിയത് ഡോക്ടർ ബീന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെയാണ് സ്കില്ലിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ ചൂസ് ചെയ്യുന്ന കരിയറിൽ നമ്മൾ മാത്രമായിരിക്കില്ല ഉണ്ടാകുക, ഒരുപാട് പേരുണ്ടാകും. അപ്പൊ അതിൽ നമുക്കൊരു കരിയറിൽ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ല സ്കില്ലായിട്ടുള്ള ഒരാളായിരിക്കണം നമ്മൾ. അപ്പൊ നമുക്ക് സ്കില്ല്, നമ്മുടെ ഏറ്റവും നല്ല സ്കിൽ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 2 പേരും പഠിച്ചത് ഒരേ MBBS ആണ്, പക്ഷെ 2 പേരുടെയും സ്കില്ല് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ എഡിറ്റേഴ്സ് ഉണ്ടല്ലോ, പല വീഡിയോസും എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് എഡിറ്റർമാരുണ്ട്. പക്ഷെ ഇവര് വാങ്ങുന്ന സാലറികൾ ഡിഫറെന്റ് ആണ്. സ്കില്ല് നന്നായിട്ടുള്ള, അതായത് ഒരു എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനനുസരിച്ചായിരിക്കും നമ്മൾ ഒരു എഡിറ്ററെ വിലയിരുത്തുക. ഓക്കെ, ഇയാള് ഭയങ്കര
അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള വീഡിയോസ് ഒക്കെ ഇയാൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അങ്ങനെ അപ്പൊ സ്കില്ലിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ കരിയറിൽ നമ്മൾ മാത്രം ആയിരിക്കില്ല, നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതൊരു കരിയർ ആയിക്കൊള്ളട്ടെ, അതിൽ നമ്മൾ മാത്രമായിരിക്കില്ല ഉണ്ടാകുക. അപ്പൊ നമുക്ക് ആ ഒരു സ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്ത് ആയിട്ട് നമുക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഈ സ്കില്ലിനെ ഞാൻ പറഞ്ഞില്ലേ 2 രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് എഞ്ചിനീയർ ആവണം എന്നിരിക്കട്ടെ, ഒരാൾക്ക് എഞ്ചിനീയർ ആവണം. അപ്പോ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പം മുതലേ ഇഷ്ടമാണ് എഞ്ചിനീയർ ആവണം എന്നുള്ളത്. പിന്നെ ഇയാൾ നോക്കുന്ന ഒരു കാര്യം, ഇയാൾക്ക് എന്താ പറയാ മാത്സും അതുപോലെ തന്നെ ഫിസിക്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇഷ്ടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യാണ്, ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോ അവിടെ നമുക്ക് സ്കിൽ എങ്ങനെയാ നോക്കാൻ വേണ്ടിയിട്ട് പറ്റുക? കാരണം ഇതിനു മുൻപ് ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ അതിൽ എനിക്ക് സ്കിൽ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ നോക്കും? ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് സെലക്ട് ചെയ്യുന്ന കോളേജ് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഒരു പ്രൈവറ്റ് കോളേജിൽ പോയിട്ട് പഠിക്കുന്ന പോലെ ആവില്ല NIT, IIT, IIIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്. അതുകൊണ്ടാണ് എഞ്ചിനീയർമാരൊക്കെ NIT-കളും IIT-കളും IIIT-കളും ഒക്കെ ചൂസ് ചെയ്യുന്നത്. കാരണം അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ സ്കില്ല്, ഈ എഞ്ചിനീയറിംഗിൽ നമുക്ക് വേണ്ട സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടില്ല അത്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോളേജുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 2 രീതിയിൽ നമ്മൾ സ്കില്ലിനെ മനസ്സിലാക്കണം. ജന്മന നമുക്ക് കിട്ടിയിട്ടുള്ള പല സ്കില്ലുകൾ ഉണ്ടാകാം. അത് പാട്ട് പാടുന്നതായിക്കൊള്ളട്ടെ, സംസാരിക്കുന്നതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കേട്ടിരിക്കാം. ലിസണിങ് കപ്പാസിറ്റി ഉള്ള ഒരുപാട് ആളുകളുണ്ട്, നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവരുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്കില്ലുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ കരിയർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാഷൻ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകുമല്ലോ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു, അതില് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാത്സും അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോ എഞ്ചിനീയറിംഗുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒപ്പം അവിടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ IIT, NIT, IIIT പോലെയുള്ള സ്ഥാപനങ്ങൾ മാക്സിമം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ പാഷനും സ്കില്ലിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി മൂന്നാമതായിക്കൊണ്ട് പറയുന്നത് പേഴ്സണാലിറ്റി ആണ്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആംബിവേർട്ടുകളാണ്, എങ്കിൽ പോലും എക്സ്ട്രോവേർട്ടുകളും ഉണ്ട്, ഇൻട്രോവേർട്ടുകളും ഉണ്ട്. അപ്പോ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെടുത്തോളം ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം മാർക്കറ്റിംഗ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിരന്തരം ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി നോക്കിയിട്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു കരിയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ പല സ്റ്റുഡൻസും സ്കോപ്പുള്ള കരിയർ ഏതാണോ, സ്കോപ്പുള്ള മേഖല ഏതാണോ അത് നോക്കിയിട്ട് പോകാറുണ്ട്. ഞാൻ അത് നോക്കിയിട്ട് പോകണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഈ സ്കോപ്പ് നോക്കുന്ന സമയത്ത് നമ്മൾ അത് പഠിക്കുന്ന ടൈമിൽ ഭയങ്കര സ്കോപ്പ് ആയിരിക്കും. പക്ഷെ നമ്മൾ പഠിച്ചിറങ്ങിയതിന് ശേഷം അതിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത്. ഇന്ന് നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു മേഖലയുടെ സ്കോപ്പ് എത്രത്തോളം ഉള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരു കരിയർ ചൂസ് ചെയ്യേണ്ടത്. അതിന് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? വെറുതെ നമുക്കൊരു കരിയർ എടുത്തിട്ട് അത് പഠിച്ചതുകൊണ്ടായില്ലല്ലോ. ആ ഒരു ഇതിന് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് ആ ഒരു കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില ആളുകളുണ്ട് ട്രെൻഡിന്റെ പിറകെ പോകും. അതായത് ട്രെൻഡിങ് കോഴ്സുകൾ ഉണ്ടാകും, അപ്പൊ അതിന് സ്കോപ്പും ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യും, അതങ്ങോട്ട് എടുത്തിട്ട് പോകും. നല്ല ഇപ്പോ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന കോഴ്സാണ്, നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നൊക്കെ പരസ്യങ്ങളിലൊക്കെ കാണും. പക്ഷെ അത് പഠിച്ചിറങ്ങി കഴിയുന്ന സമയത്ത് അതിന് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് ശരിയാണ്, നല്ലതാണ്, അങ്ങനെ പോകാം. ബട്ട് അതിന് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിലോ?
അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം, അത് നമ്മൾ മുൻകൂട്ടിയിട്ട് കാണണം. സൈറ്റുകളിലോ അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള കരിയർ ആളുകളോടൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വർഷം നഷ്ടമാവും. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു കരിയർ സെലക്ട് ചെയ്യേണ്ടത്. ഇനി ചിലര് പറയുന്ന കാര്യമുണ്ട്, എന്താണ്, കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ പാഷൻ എന്താണെന്ന് അറിയുന്നില്ല, സ്കിൽ എന്താണെന്ന് അറിയുന്നില്ല, അത്തരത്തിൽ പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മേഖലയിലോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്, ഒരു കരിയറിലോട്ട് പോവാണ്. അപ്പോ നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, പാഷൻ നമ്മൾ നോക്കണം, സ്കില്ല് നമ്മൾ നോക്കണം, നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ നോക്കണം, ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കണം. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. കരിയർ എന്ന് പറയുന്നത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. ഇനി ഒരുപാടുണ്ട്. നമ്മൾ സാലറി നോക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷേ ചില ആളുകൾ പറയും, എനിക്ക് എന്റെ പാഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല, എനിക്ക് എന്റെ സ്കില്ല് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല, എനിക്ക് എന്റെ സ്കില്ല് എന്താണെന്ന് അറിയുന്നില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള സ്റ്റുഡൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ഫീ കൊടുത്ത് ചെയ്യേണ്ടതാണ്. എങ്കിലും ഫീ കൊടുത്ത് ചെയ്യുന്ന സമയത്താണ് അതൊരു 100% കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ പേഴ്സണാലിറ്റി വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിന് നമ്മളിങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, നമ്മുടെ സ്കില്ല് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ പാഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കരിയർ ഏതാണ് എന്നുള്ളത് പറഞ്ഞു തരുന്ന ആ ഒരു മെത്തേഡാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്ക് ചെയ്യാം, പക്ഷെ അതിന് കുറച്ച് ഫീ ആകും. അപ്പൊ അതിന് ഇനിയിപ്പോ അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളൊന്ന്, നമ്മുടെ കരിയർ അല്ലേ, നമ്മുടെ ലൈഫ് അല്ലേ, അപ്പോ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് നമ്മുടെ പാഷൻ എന്താണ്, നമ്മുടെ സ്കിൽ എന്താണ്. ഈ പാഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നത് നമ്മളൊരു പാഷൻ ആയിരിക്കും അല്ലെ, ഉറങ്ങുന്നത് നമ്മുടെ പാഷൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ കരിയറുമായിട്ട് കണക്ട് ആക്കാൻ പറ്റുന്ന പാഷൻ ഏതാണെന്ന് അതിൽ നിന്ന് എടുക്കണം. പിന്നെ നമ്മുടെ സ്കില്ല് നമ്മൾ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് പോകാം. അല്ലെങ്കിൽ അത് കഴിയുന്നില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, കാരണം ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ചാറ്റ് GPT ഉണ്ടല്ലോ, ചാറ്റ് GPT ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുക, ഈ എന്താ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരത്തക്ക രീതിയിൽ, എന്നിട്ട് നമ്മൾ തന്നെ ആൻസർ ചെയ്ത് കൊടുക്കുക. അപ്പോ ചാറ്റ് GPT പറഞ്ഞു തരും, ഒരു 5 ഓപ്ഷൻസ് പറഞ്ഞു തരും, ഇതിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് പോകാം എന്നുള്ള രീതിയിൽ പറഞ്ഞു തരും. അത് 100% എഫക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല, ഒരു 50% ഒക്കെ കുഴപ്പമില്ലാതെ നമുക്ക് ചാറ്റ് GPT ഉപയോഗിച്ചിട്ടും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു 360 നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫീ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മളിങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കും, പക്ഷെ കണ്ടെത്താൻ കഴിയുന്നില്ല, ഈ പാഷൻ എങ്ങനെയാ അതൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇത്തരത്തില് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞത് ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു പാഷൻ, ദെൻ നമ്മൾ പറഞ്ഞത് സ്കില്ല്, പിന്നീട് പേഴ്സണാലിറ്റി, പിന്നെ നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പേടിയും പേടിക്കാതെ കരിയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ മാക്സിമം എഫേർട്ട് കൊടുത്തിട്ട്, നമുക്ക് അത്രയും പാഷൻ ആണെങ്കിൽ എഫേർട്ട് കൊടുക്കാനൊന്നും നമുക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. അപ്പൊ അത്രയും എഫേർട്ട് കൊടുത്തിട്ട് ആ ഒരു കരിയറിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്നല്ലാതെ പഠിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പോ അതിനും ഒരു എഫേർട്ട് ഇടുക. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം, മക്കൾക്ക് പാഠപുസ്തകത്തിൽ നിന്നല്ലാതെ പഠിക്കേണ്ട അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു നല്ല കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ഒരു കമന്റ് വന്നായിരുന്നു, ഞാൻ കണ്ടില്ല.
ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. യൂണിവേഴ്സിറ്റി ഓർ കോളേജ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓക്കെ, നമ്മൾ ഈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് അതിന് അംഗീകാരം ഉണ്ടോ എന്നുള്ളത്. അത് പറയാൻ കാരണം നമുക്ക് ചുറ്റുമുള്ള പല കോളേജുകളും അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നതുണ്ട്. അപ്പോ ഒന്നാമതായിട്ടുള്ള കാര്യം അതിന് അംഗീകാരം ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതിപ്പോ യൂണിവേഴ്സിറ്റി ആയിക്കൊള്ളട്ടെ കോളേജ് ആയിക്കൊള്ളട്ടെ, ആ ഒരു സ്ഥാപനത്തിന് അംഗീകാരം ഉണ്ടോ എന്നുള്ളത്. കാരണം പല ആളുകളും അതിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുക അയ്യോ ഇതിന് അംഗീകാരം ഉണ്ടായിരുന്നില്ല, അപ്പൊ അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആകും. അപ്പൊ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. പിന്നീട് റാങ്കിങ് നോക്കണം. അതായത് നമ്മൾ എടുക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ആയിക്കൊള്ളട്ടെ കോളേജ് ആയിക്കൊള്ളട്ടെ അതിന്റെ നിലവാരം എത്രത്തോളമാണ് എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ NIRF റാങ്കിങ്. NIRF റാങ്കിങ് നമ്മൾ സൈറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓരോ കോളേജ് അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയും എത്രാം സ്ഥാനത്താണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ല യൂണിവേഴ്സിറ്റി ആയിക്കൊള്ളട്ടെ കോളേജ് ആയിക്കൊള്ളട്ടെ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ പഠിക്കുന്ന സീനിയേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സീനിയേഴ്സിന്റെ അടുത്ത് ചോദിക്കുക എങ്ങനെയാണ് ഇവിടെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്, അടിപൊളിയാണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് അത്തരത്തിൽ നമുക്ക് കോളേജും യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്യാം. ഈ 100% ഫാക്കൽറ്റീസ് ശരിയാകണം എന്നൊന്നും വാശി പിടിക്കരുത്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ഫാക്കൽറ്റീസ് ഇമ്പോർട്ടന്റ് ആണല്ലോ. കാരണം അവര് നമ്മളെയാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുമ്പോൾ ഫാക്കൽറ്റീസിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്കില്ലിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഓരോ സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോ ചില കോഴ്സുകൾ പഠിക്കാൻ നമുക്ക് ലാബ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു എയറോപ്ലെയിൻ്റെ ഒരു മോഡൽ തന്നെ അവിടെ വേണം. ഇപ്പൊ നമ്മളടുത്ത് അവിടെ ചെന്നിട്ട് നമ്മളോട് പറയാണ് ആകാശത്തൂടെ പോകുന്ന വിമാനത്തെ കാണിച്ചിട്ട് അതാണ് എയറോപ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് അതിന് ഓരോ ഭാഗങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഒരു എയറോപ്ലെയിൻ്റെ ഒരു വലിയൊരു മോഡൽ അവിടെ ഉണ്ടെങ്കിൽ അതിന് നമ്മളൊരു ടച്ച് ആൻഡ് ഫീൽ ഒക്കെ ചെയ്തിട്ട് ഓരോ ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളുണ്ടോ, നമ്മുടെ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടോ, പിന്നെ ആ ഒരു സ്ഥാപനത്തിന്റെ നിലവാരം എത്രത്തോളമാണ്, ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് സീനിയേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന് അംഗീകൃതമുണ്ടോ, ആ ഒരു കോളേജ് ഓർ യൂണിവേഴ്സിറ്റി അംഗീകൃതമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും? വേറെ എന്തെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആർക്കും ഡൗട്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ പറയാം. ഹലോ ആർക്കെങ്കിലും? മാം, ഞാൻ ഹലോ. ഐടെപ് കോഴ്സ് ഒന്ന് കണ്ടിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പോ മിഡിൽ സെക്കൻഡറി എന്നൊക്കെ കേട്ടിരുന്നു. അപ്പോ അതിനെ കുറിച്ചൊന്ന് വിശദീകരണം പറയാവോ? ഓക്കെ. ഞാനൊരു ഐടെപ് സ്റ്റുഡന്റ് കൂടെയാണ്, ഫസ്റ്റ് ഇയർ ആണ്. ഐടെപ് എന്ന് പറയുന്നത് ടീച്ചിങ് ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും ഇനി എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഐടെപ് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് BEd ആണ്. അതായത് 4 വർഷമാണ് ഈ ഒരു കോഴ്സ്. ഡിഗ്രി പ്ലസ് BEd ആണ്. 4 വർഷമാണ്. അപ്പോ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എൻട്രൻസ് എഴുതിയിട്ടാണ് ഈ ഒരു കോഴ്സ് കിട്ടുക. ആ ഒരു എൻട്രൻസ്
NCET എന്നാണ്, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്, NCET എന്നാണ് ആ ഒരു കോഴ്സിന്റെ ആ ഒരു എൻട്രൻസിന്റെ പേര്, NCET. CUET ഒക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടാകും. CUET മോഡൽ തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഒരു എക്സാം ആണ്. അതിന്റെ സിലബസ് എന്ന് പറയുന്നത് +2 ആണ്. ഇപ്പോ നീറ്റും കീമും ഒക്കെ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. അതിന്റെ സിലബസ് ഒക്കെ +1ഉം +2 രണ്ടും പാടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ NCET എഴുതുമ്പോൾ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് +2 മാത്രമാണ്, +2 കേരള സിലബസ് അത് മാത്രമാണ്. ഓക്കെ, അപ്പോ ഇത് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ +2 ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചു പോയാൽ മതി. ഞാൻ അങ്ങനെ ആയിരുന്നു. പിന്നെ ഒരു മാസം അതിനു വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തു, ദെൻ എൻട്രൻസ് എഴുതുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ എൻട്രൻസ് വഴിയാണ് നമുക്ക് പ്രവേശനം കിട്ടുന്നത് ITEP കോഴ്സിന്. പിന്നെ ജിന മാം പറഞ്ഞ പോലെ അതില് സെക്കൻഡറി, മിഡില്, അതുപോലെ തന്നെ പ്രിപ്പറേറ്ററി, പിന്നെ ഒരു ഇതും കൂടെ ഉണ്ട് ഫൗണ്ടേഷൻ. ഇങ്ങനെ 4 ഉണ്ട്: ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡില്, സെക്കൻഡറി. അപ്പോ ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ITEP കോഴ്സിന്റെ 1ാമത്തെ ലെവലാണ്. അതായത് ഇനിയിപ്പോ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മുടെ LP UP അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് പോവാണ്. LKG UKG 1, 2 ഇതൊരു ഭാഗം, പിന്നെ 3, 4, 5 അതൊരു ഭാഗം, പിന്നെ 6, 7, 8 ഒരു ഭാഗം, പിന്നെ 9 to +2 ഒരു ഭാഗം. ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മൾ ITEP കോഴ്സ് ഫൗണ്ടേഷൻ ലെവൽ എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, LKG UKG 1ഉം 2ഉം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. 2030 കൂടിയിട്ട് ഈ മോണ്ടിസോറി ടീച്ചിങ് അത് എടുത്തു കളയും, TTC എടുത്തു കളയും. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് വരാൻ പോകുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി പ്രിപ്പറേറ്ററി എന്ന് പറയുമ്പോൾ 3ഉം 4ഉം 5ഉം ക്ലാസ്സുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രിപ്പറേറ്ററി എന്ന് പറയുന്നത്. പിന്നെ മിഡിൽ എന്ന് പറയുന്നത് 6ഉം 7ഉം 8ഉം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സെക്കൻഡറി എന്ന് പറയുന്നത് 9ഉം 10ഉം +1ഉം +2ഉം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2030 ശേഷം ഈ ഒരു രീതിയിലാണ് വരാൻ വേണ്ടിയിട്ട് പോകുക. അപ്പോൾ ഇനി ടീച്ചിങ് ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. ഓക്കെ, ഇതില് എന്താണ് കൂടുതലായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തില് കാസർഗോഡ് കേരള സർവകലാശാലയിൽ ഈ ഒരു കോഴ്സ് 2023 മുതലേ ഉണ്ട്. 2023 ഈ ഒരു കോഴ്സ് നിലവിൽ വരുന്നത്. പിന്നെ തൃശ്ശൂരുള്ള സംസ്കൃത യൂണിവേഴ്സിറ്റിയിലുണ്ട്, അവിടെ സംസ്കൃതമാണ് ഒന്നും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ NIT കാലിക്കറ്റിലുണ്ട്. NIT കാലിക്കറ്റില് BSc B.Ed ആണുള്ളത്. ഇത് ഈ BSc B.Ed, BCom B.Ed, BA B.Ed ഈ ഒരു 3 ലെവലിലാണ് ഉള്ളത്. അതായത് സയൻസ് എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം BSc B.Ed ചൂസ് ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ BA B.Ed ചൂസ് ചെയ്യാം. BA B.Edലാണ് ലാംഗ്വേജ് ഒക്കെ വരുന്നത്, അറബി ആയാലും ഇംഗ്ലീഷ് ആയാലും സംസ്കൃതം ആയാലും. പിന്നെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളും BA B.Ed ആണ്. പിന്നെ കൊമേഴ്സ് സബ്ജക്റ്റുകളാണ് BCom B.Edൽ വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ എടുക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്രാവശ്യം നമ്മുടെ കോളേജ്, അതായത് കേരളത്തിൽ കോളേജുകളിൽ മലപ്പുറത്തുള്ള വളാഞ്ചേരിയിലുള്ള മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ആദ്യമായിട്ട് ഈ ഒരു കോഴ്സിന് അംഗീകൃതം കിട്ടുന്നത്. കോളേജുകൾ നോക്കുന്ന സമയത്ത് കേട്ടോ, വളാഞ്ചേരിയിലുള്ള മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഇവിടെ BSc B.Ed അവര് പ്രൊവൈഡ് ചെയ്യുന്നത് മിഡിലാണ്, BCom B.Ed പ്രൊവൈഡ് ചെയ്യുന്നത് സെക്കൻഡറി ആണ്, BA B.Ed പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിപ്പറേറ്ററി ആണ്. പിന്നെ ഒന്നുള്ളത് സാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. സാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്രൂവൽ ആയിട്ടില്ല, പക്ഷെ ഒരു 2-3 മാസങ്ങൾ കൊണ്ട് അപ്രൂവൽ ആകും എന്നുള്ളതാണ് സൈറ്റിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാനിപ്പോ ITEP സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും അറിയാം, അതുകൊണ്ടാണ് ഇത്രയും ഇതിൽ ഞാൻ പറയുന്നത്, ഉറപ്പോട് കൂടിയിട്ട് പറയുന്നത് അതാണ്. സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് മലപ്പുറത്ത് വാഴയൂർ ആ ഒരു സ്ഥലത്താണ് ഉള്ളത്. പിന്നെ ഇതാണ് കേരളത്തിൽ. ഇനി അല്ലാതെ നമ്മുടെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുണ്ട്, പിന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ അവിടെയുണ്ട്. അങ്ങനെ ഒരു 79 യൂണിവേഴ്സിറ്റികളിലാണ്, യൂണിവേഴ്സിറ്റികളും IIT-കളും IIIT-കളും NIT-കളും ചേർന്നിട്ട് ഒരു 79 സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു കോഴ്സ് ഉള്ളത്. ഇനി അടുത്ത വർഷം ഒരു നിലമ്പൂർ അമൽ കോളേജ് അവിടെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോഴാണ് ആളുകൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നതും. ഇപ്പോ ജീന മാം പറഞ്ഞതുപോലെ
സെക്കൻഡറി അതൊന്നും എനിക്കും ആദ്യം അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് മീറ്റിങ്ങിലൊക്കെ ചേർന്ന് ആ മീറ്റിങ്ങിൽ നിന്നാണ് ഇങ്ങനെ പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി ഇത്തരത്തിൽ ആ ഐറ്റപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കാരണം നമ്മുടെ ടൈം കൂടുതൽ പോകുന്നുണ്ട്. സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ടീച്ചിങ് ഫീൽഡിലോട്ട് പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ട് ഐറ്റപ്പ് കോഴ്സിന് ചേരാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഫിദ മാം, ഐറ്റപ്പിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ ഒരു എനർജി അത് ഭയങ്കര അമേസിങ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ററാക്റ്റീവ് സെഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായി, ഏകദേശം ഒരു 8:25 ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയണം എന്നുള്ളവർക്ക് ജസ്റ്റ് ഫീഡ്ബാക്ക് പറയാം. അതല്ല നിങ്ങൾക്ക് ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഫിദ മാം വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ഐറ്റപ്പ് കോഴ്സിനെ കുറിച്ച് ഇപ്പൊ ഒരു ധാരണ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, ക്ലാസ് അടിപൊളിയായിരുന്നു. താങ്ക് യു മാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതുവരെ ഇതിനകത്ത് ഉണ്ടായിരുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ നമുക്കിന്ന് ക്ലാസ് എടുക്കാവുന്ന ഫിദ മാമിനും ഇതുവരെ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡേയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വിദ്യാർത്ഥി വരുന്നത്, നമ്മുടെ ട്രെയിനർ ടോക്കിലെ മറ്റൊരു വിദ്യാർത്ഥി നമ്മൾക്ക് ഒപ്പം ഉണ്ടാകും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.